ഈ നവംബർ മാസം സ്തോത്രം ഞാൻ ചെയ്തത് നിവർത്തിക്കുന്ന മാസമാണ്. ആമേ, ഞാൻ നിന്നോട് സത്യം ചെയ്തതുപോലെ ഞാനത് നിവർത്തിക്കും. ഹല്ലേലൂയ. അതിന് മാറ്റം ഉണ്ടാകത്തില്ല. എന്താണ്? ഞാനത് നിവർത്തിക്കും. കഴിഞ്ഞ 10 മാസങ്ങളായി ബന്ധപ്പെട്ട് ഇവിടെ വരെ എത്തിയ ആരൊക്കെയോ നോക്കി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറട്ടെ. നിന്നോട് കേൾപ്പിച്ച സകല വാഗ്ദത്തങ്ങളെയും ഈ 11ാമത്തെ മാസം പരിശുദ്ധാത്മാവ് നീയുമായി ബന്ധപ്പെട്ട്, നിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട്, നിന്റെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട്, നിന്റെ മുൻപോട്ടുള്ള യാത്രകളുമായി ബന്ധപ്പെട്ട് ഒരു പൂർണ്ണത അതിനെ നിവർത്തിക്കുന്ന മാസമാണ് ഈ 11ാമത്തെ മാസം. ഹല്ലേലൂയ. എന്തോ പരിശുദ്ധാത്മാവിനോട് കൈമാറാൻ പറയുന്നു. നിന്റെ മേൽ ഈ 11ാമത്തെ മാസം എന്തോ ഒരു വലിയ നിവർത്തീകരണം, എന്തോ ഒരു വലിയ പൂർണ്ണത. ഹല്ലേലൂയ. കഴിഞ്ഞ 10 മാസമായിട്ട് നീ അറിഞ്ഞോ അറിയാതെയോ നിനക്ക് നേരെ വന്ന ആ പ്രതിസന്ധി ഉണ്ടല്ലോ, ആ ഭാരം ഉണ്ടല്ലോ, ആ ദുഃഖം ഉണ്ടല്ലോ, ആ രോഗം ഉണ്ടല്ലോ, നിന്നെ മുൻപോട്ട് വിടാതെ നിന്റെ ഹൃദയത്തെ പിടിച്ചു കുലുക്കുന്ന ആ അവസ്ഥയുണ്ടല്ലോ, ഞാൻ പറയട്ടെ, ഇതൊന്നിന്റെയും അവസാനമല്ലെന്ന്, ഇതൊന്നിന്റെയും അവസാനമല്ലെന്ന്, ഇത് നിന്റെ അവസാനമല്ലെന്ന്, ഇത് നിന്റെ അവസാനമല്ല. ആ രോഗം നിന്റെ അവസാനമല്ല, ആ കടബാധിത നിന്റെ അവസാനമല്ല, ആ ക്ഷീണം നിന്റെ അവസാനമല്ല, ആ RCC നിന്റെ അവസാനമല്ല, ആ ക്യാൻസർ നിന്റെ അവസാനമല്ല, ആ രോഗം നിന്റെ അവസാനമല്ല, ആ നിന്ദന്റെ അവസാനമല്ല. നാളിതുവരെ നീ അനുഭവിച്ച, നാളിതുവരെ നിന്നെ മുൻപോട്ട് പോകാതെ പിതാക്കന്മാരാ, ദൈവദാസന്മാരാ, പ്രവാചകന്മാരാ, നീ കേട്ട ദൈവ ശബ്ദം അതിന്റെ പൂർത്തീകരണം കാണാതെ പാതി വഴിയിൽ വെച്ച് പിന്നെ എവിടെയോ റൂട്ട് മാറ്റി വഴി തിരിച്ചു വിടാൻ നോക്കുന്ന പൈശാചിക മേഖലയുടെ മേൽ അവന്റെ മുമ്പിൽ നിന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നല്ലോ. നിന്നെ ഒരു തോറ്റവനായി കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ ഒരു ജയാളിയാക്കുന്ന, ഞാനിങ്ങനെ പറയട്ടെ, ഹല്ലേലൂയ, ക്രൂശിൽ പിശാചിന്റെ സകല പദ്ധതിയെയും സകല പദ്ധതിയെ തകർത്തിട്ട് ക്രൂശിൽ ജയഘോഷം കൊണ്ടാടിയ ഒരു ജയാളിയുടെ മകനാണ് നീ, ഒരു ജയാളിയുടെ മകളാണ് നീ. ഞാൻ വീണ്ടും നോക്കിയ പ്രവചനയാത്മാവിൽ കൈമാറുകയാണ്. നിനക്കൊരു വലിയ ജയം 11ാമത്തെ മാസം എന്റെ ദൈവം വെച്ചിട്ടുണ്ട്.